അമിത്ഷായെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിലേക്കാണ് ബി ജെ പിക്കുള്ളിൽ തന്നെ മുറിവുറുപ്പ് വരുന്നത്. അമിത്ഷായെ സംഘടനാ ചുമതലയിലേക്കോ മറ്റോ മാറ്റുക, അമിത്ഷായ്ക്ക് ആഭ്യന്തര സ്ഥാനം കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയപരമായി ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ ആഭ്യന്തര സ്ഥാനം വേണം എന്ന രീതിയിലേക്ക് വാശി പിടിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അമിത്ഷായെക്കാളൊക്കെ എത്രയോ സീനിയോറിറ്റിയുള്ള നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശക്തനായ അദ്വാനി പക്ഷക്കാരൻ. അതാണ് ശിവരാജ് സിംഗ് ചൗഹാനെ വേറിട്ട രീതിയാക്കുന്നത്. നമുക്കറിയാം, അദ്വാനി പക്ഷക്കാരെയൊക്കെ വലിയ തോതിൽ തഴഞ്ഞ ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് പല രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. നിതിൻ ജയറാം ഗഡ്കരിയെയും അതുപോലെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ശിവരാജ് സിംഗ് ചൗഹാനെയും ഒക്കെ തന്നെയായിരിക്കും. നരേന്ദ്രമോദിയെക്കാളൊക്കെ അവർക്ക് തലയെടുപ്പുണ്ട് എന്ന് കൃത്യമായി തന്നെ മോദിക്ക് നന്നായി അറിയാം. മോദിയെ ഒരു രീതിയിലും വകവയ്ക്കാത്ത നേതാവാണ് നിതിൻ ജയറാം ഗഡ്കരി. മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഗഡ്കരിയുടെ ഫയലുകളെ ഒന്നും തന്നെ തിരസ്കരിക്കാനോ തള്ളിപ്പറയാനോ മോദിക്ക് കഴിയില്ല. ഗഡ്കരിക്ക് സുഷമ സ്വരാജിനെ പോലൊരു സ്വഭാവം തന്നെയാണ്. മോദിയോട് തിരിച്ച് കയർക്കാനുള്ള ധൈര്യം നിതിൻ ഗഡ്കരിക്കുണ്ട് എന്നുള്ളത് ആർ എസ് എസിൻ്റെ കടുത്ത പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ്. ആർ എസ് എസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജെ പി നദ്ദ വന്നപ്പോൾ ജെ പി നദ്ദയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടിയാണ് ആർ എസ് എസിൻ്റെ തീരുമാനം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിയിൽ ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആർ എസ് എസ് തന്നെ ആയിരിക്കണം എന്നുള്ളതിൽ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്ന് മോഹൻ ഭാഗവത് ഒരു സൂചന നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ആർ എസ് എസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബി ജെ പി പലപ്പോഴായി ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തിരിച്ചും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വിദിശ മണ്ഡലത്തിൽ നിന്നും 8,21,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ശിവരാജ് സിംഗ് ചൗഹാന് മധ്യപ്രദേശിൻ്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരികെ വരാം. പക്ഷേ അദ്ദേഹം കളിക്കുന്നത് മറ്റൊരു കളിയാണ്. മോദിയെ ഒരു പാഠം പഠിപ്പിക്കുക, എല്ലാ അധികാരവും തന്നിലേക്കാണ് എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ നീക്കം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രദേശമായ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കൈവെള്ളയിൽ അമ്മാനമാട്ടിയ നേതാവാണ് താൻ എന്ന് മോദിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പടപ്പുറപ്പാട് കൂടിയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഈ നീക്കം. അമിത്ഷായെയും പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാനും ഗഡ്കരിയും ഒരേ മനസ്സോടുകൂടി നീങ്ങുന്നത്. നാഗ്പൂർകാരനായ ഗഡ്കരിക്കും അതുപോലെ തന്നെ വിദിശയിലെ ശിവരാജ് സിംഗ് ചൗഹാനും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ മോദി പരുങ്ങലിലാണ്. ഇത്തവണ പ്രധാനമന്ത്രിയാവുമെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെയൊന്നും ഒപ്പം നിർത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യാശയുമില്ല.